ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റോയൽ എൻഫീൽഡ് ബൈക്കുകളെക്കുറിച്ച് ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട്. വണ്ടി എടുക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയേണ്ടത് ഇതിൻ്റെ മൈലേജ്, പെർഫോമൻസ്, പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇത് ഓടിക്കാൻ നല്ല പൊക്കവും തടിയും ഒക്കെ വേണോ എന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ റോയൽ എൻഫീൽഡിൻ്റെ നിലവിലെ എല്ലാ മോഡലുകളെക്കുറിച്ചും അത് ആർക്കൊക്കെയാണ് അനുയോജ്യമാകുക എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പുതിയ ബുള്ളറ്റ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായി കാണാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് നിലവിലുള്ള പ്രധാന മോഡലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 350 cc, 450 cc, 650 cc എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാണ് ഈ ബൈക്കുകൾ, റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ വരുന്നത്. ക്ലാസിക് 350 എന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഐക്കണിക് മോഡലാണ്. പാരമ്പര്യവും ആധുനികതയും ഒത്തുചേരുന്ന ഒരു അടിപൊളി വണ്ടി. ബുള്ളറ്റ് 350, ബുള്ളറ്റ് എന്ന പേരിൻ്റെ ഗാംഭീര്യം നിലനിർത്തുന്ന ഇന്നും ആരാധകർ ഏറെയുള്ള മോഡൽ. മറ്റൊന്ന് ഹണ്ടർ 350 ആണ്. നഗരയാത്രകൾക്ക് അനുയോജ്യമായ ഭാരം കുറഞ്ഞ സ്പീഡിയായ വണ്ടി. മെറ്റിയോർ 350, ലോങ് റൈഡുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്രൂസർ ബൈക്കാണ് മെറ്റിയോർ 350. ഹിമാലയൻ 450, ഓഫ് റോഡിങ്ങും അഡ്വഞ്ചർ യാത്രകളും ഇഷ്ടപ്പെടുന്നവർക്കുള്ള കരുത്തരിൽ കരുത്തൻ. മറ്റൊന്ന് ഇൻ്റർസെപ്റ്റർ GT 650 ആണ്. സ്പീഡും പവറും ഒരുപോലെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ട്വിൻ സിലിണ്ടർ ബൈക്കുകളാണ് യഥാർത്ഥത്തിൽ ഇൻ്റർസെപ്റ്റർ GT 650. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ബുള്ളറ്റ് ഓടിക്കാൻ 6 അടി പൊക്കവും നല്ല തടിയും ഒക്കെ വേണോ? അപ്പോൾ ഇതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ വേണ്ട എന്നാണ്. തീർച്ചയായിട്ടും പഴയ ബുള്ളറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനും കൈകാര്യം ചെയ്യാനും ഒക്കെ അല്പം പ്രയാസമായിരുന്നല്ലോ. എന്നാൽ പുതിയ J സീരീസ് എഞ്ചിനുകൾ വന്നതോടെ വണ്ടികൾ വളരെ സ്മൂത്തായി. ഇതിന് മുമ്പ് തന്നെ, J സീരീസിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഇലക്ട്രിക് സ്റ്റാർട്ടും കാര്യങ്ങളും എല്ലാം വന്നതുകൊണ്ട് തന്നെ അന്ന് മുതൽ തന്നെ 2016 ഒരു 14-16 മുതൽ തന്നെ ഇത്തരത്തിൽ കുറച്ചുകൂടി സ്യൂട്ടായിട്ടുള്ള രൂപത്തിലേക്ക് ബുള്ളറ്റ് മാറിയിരുന്നു, അല്ലെങ്കിൽ ക്ലാസിക് 350യുടെ വിവിധ മോഡലുകൾ മാറിയിരുന്നു. നിങ്ങൾ അല്പം മെലിഞ്ഞ ആളാണെങ്കിൽ പോലും ഹണ്ടർ 350 നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് കുറവായതുകൊണ്ട് 5 അടി 4 ഇഞ്ച് പൊക്കമുള്ളവർക്ക് പോലും ഇത് സുരക്ഷിതമായി ഓടിക്കാവുന്നതുമാണ്. അപ്പോൾ ക്ലാസിക്കാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ വണ്ടിയുടെ ബാലൻസ് കൃത്യമായി മനസ്സിലാക്കിയാൽ ആർക്കും ഇത് അനായാസം കൊണ്ടുപോകാനുമാവും. ഈ പൊക്കമുള്ളവർക്ക് ഹിമാലയൻ അല്ലെങ്കിൽ മെറ്റിയോർ കൂടുതൽ കംഫർട്ട് നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാനുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മൈലേജും മെയിൻ്റനൻസും പലരും ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 350 cc വണ്ടികളിൽ നിന്ന് നമുക്ക് സാധാരണയായി 1 ലിറ്ററിന് ഒരു 35 മുതൽ 40 കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാം. അതിലപ്പുറം പ്രതീക്ഷിക്കരുത്. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന രീതിയും കൃത്യമായ സർവീസിങ്ങും ഈ 40 കിലോമീറ്റർ മൈലേജ് തന്നെ ലഭിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്, ഞങ്ങൾക്ക് 40 കിലോമീറ്റർ ലഭിക്കുന്നില്ല, അതിന് താഴെയാണ് കിട്ടുന്നത്. കാരണം നിങ്ങൾ വണ്ടി ഓടിക്കുന്ന രീതി തന്നെയാണ് അവിടെ വില്ലനായി വരുന്നത്. ശ്രദ്ധിക്കുക. വളരെ അപൂർവം സന്ദർഭങ്ങളിൽ ഏറ്റവും നന്നായി വണ്ടി ഓടിക്കുന്നവർക്ക് 44-45 കിലോമീറ്റർ വരെയൊക്കെ ലഭിക്കുന്നതായിട്ടും സ്വന്തം അനുഭവത്തിൽ നിന്നൊക്കെ നമുക്ക് പറയാനാവും. ഓക്കെ, പക്ഷെ അത് എക്സെപ്ഷൻസ് ആണ് കേട്ടോ, എല്ലാവർക്കും ലഭിക്കില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ 650 cc വണ്ടികളിലേക്ക് വരുമ്പോഴാണെങ്കിൽ മൈലേജ് 22-25 കുറയാനും അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. അപ്പോൾ കൃത്യസമയത്തുള്ള ഓയിൽ ചേഞ്ചും സർവീസിങ്ങും ചെയ്താൽ പണ്ടത്തെ പോലെ എപ്പോഴും പണി വരുന്ന വണ്ടികളെയല്ല ഇപ്പോഴത്തെ റോയൽ എൻഫീൽഡ്. പണ്ടും അത്ര വലിയ പണികൾ വന്നിരുന്നു, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം പോയിൻ്റുകളൊക്കെ ആയിരുന്ന, അല്ലെങ്കിൽ ആംബിയർ മീറ്റർ അടക്കം എന്താ പറയുക സെറ്റ് ചെയ്ത് ഈ പറയുന്ന കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിൽ അന്നത്തെ ആ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സംവിധാനങ്ങളായതുകൊണ്ട് തന്നെ അന്ന് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതെല്ലാം തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പല മോഡലുകളിലും ഇപ്പോൾ ഈ ഡിസ്ക് ബ്രേക്കുകൾ വന്നു, അതേപോലെ തന്നെ അലോയ് വീലുകളൊക്കെ വന്നതോടുകൂടി എല്ലാ തരത്തിലുമുള്ള പോരായ്മകളെ എന്താ പറയുക ഇല്ലാതാക്കാൻ യഥാർത്ഥത്തിൽ റോയൽ എൻഫീൽഡിനായിട്ടുണ്ട്. അപ്പോൾ ഈ സർവീസ് സെൻ്ററുകളുടെ വളരെ വലിയൊരു ശൃംഖല വന്നതും ഇപ്പോൾ എല്ലാവർക്കും ആശ്വാസകരമാണ്. പിന്നെ അത്ര വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും പുതിയ വാഹനങ്ങൾക്ക് വരുന്നുമില്ല. മെയിൻ്റനൻസ് തന്നെ വളരെ ചെറിയ തരത്തിൽ ഈ ചെയിൻ ലൂബും അതേപോലെ തന്നെ വളരെ എന്താ പറയുക ടയർ ചേഞ്ച്, അതേപോലുള്ള കാര്യങ്ങൾ, ഓയിൽ ചേഞ്ച് പോലുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ
റോയൽ എൻഫീൽഡ് ബൈക്കുകൾ വാങ്ങുന്ന ഒരിക്കലും ഒരു സ്പീഡ് യാത്രകൾക്കൊന്നും വേണ്ടിയല്ല, മറിച്ച് ആ ഒരു റൈഡിങ് എക്സ്പീരിയൻസിനും ടോർക്കിനൊക്കെ വേണ്ടിയാണ് അല്ലേ. 80-90 കിലോമീറ്റർ സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ 350 cc മോഡലുകൾ മികച്ചതാണ്. അതിനപ്പുറത്തേക്ക് പോകുന്നവർ മറ്റ് മോഡലുകൾ പരീക്ഷിക്കുന്നതാവും നല്ലത്. എന്തായാലും പുതിയ എഞ്ചിനുകളിൽ വൈബ്രേഷൻസ് വളരെ കുറവായതുകൊണ്ട് ദൂരയാത്രകൾക്ക് ഒരു മടുപ്പേ തോന്നുകയില്ല. കൂടുതൽ പവർ വേണമെന്നുള്ളവർക്ക് ഹിമാലയൻ 450 അല്ലെങ്കിൽ 650 cc മോഡലുകളൊക്കെ തിരഞ്ഞെടുക്കാം. പക്ഷേ ഇത് അത്ര എക്കോണമി അല്ല എന്നുകൂടി മനസ്സിലാക്കുക. സിറ്റി ട്രാഫിക്കിൽ ഹണ്ടർ 350 അതിൻ്റെ മികവ് തെളിയിക്കുന്നുമുണ്ട്. അപ്പോൾ ഓരോ വണ്ടിയും ഓരോ ആവശ്യങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. നിങ്ങൾ സിറ്റിയിൽ മാത്രം ഉപയോഗിക്കാൻ നോക്കുന്ന ഭാരം കുറഞ്ഞ വണ്ടി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഹണ്ടർ 350 എടുക്കുക. ഓക്കെ, അപ്പോൾ ആ തരത്തിലേക്ക് പോവുക. ഫാമിലി ആവശ്യങ്ങൾക്കാണെങ്കിൽ എന്നും കാണുന്ന ആ ഒരു ഗാംഭീര്യത്തിനും ഒക്കെ ആണെങ്കിൽ ക്ലാസിക് 350 അല്ലെങ്കിൽ ബുള്ളറ്റ് 350 ആണ് നല്ലത്. ഓക്കെ, അപ്പം ലോങ് റൈഡ് പോകുന്നവരാണെങ്കിൽ മെറ്റിയോർ 350യും കംഫർട്ട് ലെവലിൽ അടിപൊളിയായിരിക്കും. അഡ്വഞ്ചർ യാത്രകളാണ് ലക്ഷ്യമെങ്കിൽ കണ്ണും പൂട്ടി ഹിമാലയനും വാങ്ങാം. ഓക്കെ, ചുരുക്കത്തിൽ നിങ്ങളുടെ ആവശ്യവും ബോഡി ടൈപ്പും ഒക്കെ നോക്കി ഒരു റോയൽ എൻഫീൽഡ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എപ്പോഴും നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് മാത്രം ഇത്തരം വാഹനങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ കണ്ണും പൂട്ടി നമ്മൾ ഇതേപോലെ പോയി വണ്ടികളെടുത്ത് കുടുങ്ങേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഈ ഒരു ഭാരം കൂടിയ വാഹനത്തെ ബാലൻസ് ചെയ്ത് ഓടിക്കാനാവും എന്നുള്ളത് ഒരു ടെസ്റ്റ് ഡ്രൈവിൽ നിന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാനാവില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്നതോടെ നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വണ്ടിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് 1, 2, 3 തവണ ഇതേപോലെ റൈഡുകൾ നടത്തി അവരുടെ കൂടെ പോയും അല്ലാതെയും ഒക്കെ നിങ്ങൾക്ക് ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വാഹനത്തെ കൃത്യമായി മനസ്സിലാക്കാനാവുക. പിന്നെ മറ്റു സാധാരണ 100 cc ബൈക്കുകൾ 150 cc ബൈക്കുകൾ പോലെ അല്ല ഒരിക്കലും 350 ഈ ഒരു റേഞ്ചിൽ വരുന്ന റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ. ഒരുപാട് വ്യത്യസ്തമാണ് എന്ന് തന്നെ പറയേണ്ടി. കാരണം ഈ എൻജിൻ്റെ സൗണ്ട് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പലരെയും അലോസരപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് പലപ്പോഴും ചോദ്യങ്ങളായിട്ട് ലഭിക്കുന്നത്. എന്തുകൊണ്ട് എൻജിനിൽ നിന്ന് ഇതുപോലെ കലകല രൂപത്തിലുള്ള സൗണ്ടുകൾ ഉണ്ടാവുന്നു? അപ്പോൾ ഇതൊക്കെ ആ ഒരു എൻജിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഒരു രൂപം, അതിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ എൻജിനിൽ വരുന്ന സൗണ്ടുകൾ, അതേപോലെ തന്നെ ഹീറ്റാവുന്ന പ്രോബ്ലംസ് എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് റോയൽ എൻഫീൽഡ്. കാരണം ഇതിന് ഇപ്പോഴും ഒരു റേഡിയേറ്റർ സംവിധാനം നിലവിൽ 650ക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതും എയർ കൂൾഡ് റേഡിയേറ്റർ സംവിധാനമാണ്. അതായത് റേഡിയേറ്റർ സംവിധാനം പോലും കൂളാകുന്നത് എയർ അതിലേക്ക് അടിച്ച് കൂള് ചെയ്യുന്നൊരു സംവിധാനമാണ്. അല്ലാതെ നമ്മൾ കാറിൽ കാണുന്ന തരത്തിലുള്ള ഒരു റേഡിയേറ്റർ സംവിധാനം ഇപ്പോഴും ഈ ഒരു ബൈക്കുകളിൽ വന്നിട്ടില്ല. അപ്പോൾ 350-ലൊന്നും നമ്മളിപ്പോൾ എയർ കൂൾഡ് എൻജിൻ എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊരു കൂളിംഗ് സംവിധാനവും വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒക്കെ താഴെ നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും കമൻറ്റുകളിൽ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.